ശബരിമല സന്നിധാനത്തും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SITയുടെ പരിശോധന നടക്കുകയാണ്. AV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, അവിടെ നടക്കുന്ന പരിശോധനയും തിരുവനന്തപുരത്തെ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്ന പരിശോധനയും തമ്മിൽ എന്തെങ്കിലും ഇപ്പോഴത്തെ ബന്ധം കാണാൻ കഴിയുമോ? SP ശശിധരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ഇപ്പോഴും പരിശോധനകൾ തുടരുന്നുണ്ട്. ഈ ഉച്ചയോടുകൂടിയാണ് SP ശശിധരനും സംഘവും സന്നിധാനത്ത് എത്തിയത്. അതിനുശേഷം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സംഘം ശേഖരിക്കുകയും ചെയ്തു. ഈ രേഖകൾ ഇപ്പോഴും സന്നിധാനത്ത് വെച്ച് സംഘം പരിശോധിക്കുന്നു എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് വൈകിട്ടോടുകൂടി മലയിറങ്ങാനായിരുന്നു SP ശശിധരന്റെ തീരുമാനം. പക്ഷേ ആ തീരുമാനം മാറ്റി. ഇനി നാളെ രാവിലെ മാത്രമായിരിക്കും SP-യും സംഘവും മല ഇറങ്ങുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. രാത്രി ഇപ്പോൾ 8:30 പിന്നിട്ടിരിക്കുന്നു. ഇനി കാനനപാതയിലൂടെ പമ്പയിലേക്ക് എത്തുക എന്നത് കുറച്ചധികം അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ആയിരിക്കും SP-യും സംഘവും മല ഇറങ്ങുക. എന്തായാലും ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് 2019 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രധാന ഇടനിലക്കാരനായുണ്ട്. അവിടെ ഒരു അവതാരമായി വരുന്നത് 2019 കാലത്താണ്. ആ കാലഘട്ടം മുതൽ ഉള്ള ചില രേഖകൾ ഈ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചതിനപ്പുറം ചില വിവരങ്ങൾ ഈ SITക്ക് ലഭിച്ചു എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ആ രേഖകളൊക്കെയായി SP ശശിധരൻ മലയിറങ്ങും. അതിനുശേഷമായിരിക്കും പമ്പയിൽ എത്തിയതിനു ശേഷമായിരിക്കും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ആലോചന ഉണ്ടാവുക. നിലവിൽ പോലീസ് ആസ്ഥാനത്ത് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ ഈ SIT സംഘത്തിന്റെ ഈ ചോദ്യം ചെയ്യൽ നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ ശശിധരൻ SP എത്തിയതിനു ശേഷം ആയിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് പ്രാഥമികമായി SIT സംഘത്തിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് എത്താൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അറസ്റ്റ് രേഖപ്പെടുത്തി പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന് AR ക്യാമ്പിലോ ഇല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസിലോ വെച്ച് പ്രാഥമികമായി ചോദ്യം ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക എന്നൊരു തീരുമാനം. അങ്ങനെ രണ്ട് ഓപ്ഷനുകളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലവിലുള്ളത്. എന്തായാലും നാളെ രാവിലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയുള്ളൂ. SP ശശിധരൻ അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹം തിരിച്ചെത്തുന്നതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. എന്തായാലും സന്നിധാനത്ത് നിർണായക പരിശോധനയാണ് SIT സംഘം പൂർത്തീകരിച്ചത്. ഇപ്പോൾ രേഖകളും മറ്റും നേതൃത്വത്തിൽ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.